Hi guys, this is Pushpa Kumari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു, ഡസ് ആൻഡ് ഡിഡ്. ഈ സെഷൻ ഞാൻ ഈ ടോപ്പിക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഡു, ഡസ്, ഡിഡ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും തെറ്റിക്കാറുണ്ട്. ഡു ഉപയോഗിക്കേണ്ടടുത്ത് ഡസ് ഉപയോഗിക്കും, ഡസ് ഉപയോഗിക്കേണ്ടടുത്ത് ഡു ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കും. ഡു, ഡസ്, ഡിഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് വെർബ് ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സെഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അത് ഞാൻ വളരെയധികം നിങ്ങൾക്ക് ആലോചിച്ചുകൊണ്ട്, അതായത് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടും എന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ആ വീഡിയോസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ സെഷനിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനിലോട്ട് പോകാം. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, കറക്റ്റ് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കും. എവിടെയാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായത്, എന്താണ് എനിക്ക് തെറ്റുപറ്റുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വെർബിൻ്റെ യൂസ് എങ്ങനെയാണ്, അതും എല്ലാം നിങ്ങൾ നോക്കുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതായത് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കിടക്കുക, ഇതിനകത്ത് ഡസ് ആണോ ചേർക്കേണ്ടത്, ഡു ആണോ ചേർക്കേണ്ടത്, ഡിഡ് ആണോ ചേർക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് കിടന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആൻസർ ക്വസ്റ്റിനോട് കൂടി വേണ്ട, ഉള്ളി നിങ്ങൾ നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ആൻസർ മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ക്വസ്റ്റ്യൻസ് ഒന്ന് റീഡ് ചെയ്യാം. ഡാഷ് he write a letter, do or does. I dash go there, do not or does not. She dash her homework regularly, do or does. I dash not complete my work, does or did. Arjun and Ravi dash not watch movies, do or does. അപ്പം ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട്, വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ മതി. ഓക്കെ, അത് പക്ഷേ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണ്ട, ജസ്റ്റ് ആൻസേഴ്സ് നമ്പർ 1 2 3 4 5 ഇട്ടിട്ട് അതിൻ്റെ ആൻസേഴ്സ് എഴുതിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോകാം. Do we use in simple present? Does we use in simple present? And did we use in simple past? Do നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റിലും, ഡസ് വി യൂസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്. അപ്പം ഡൂയും ഡസും എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റ്. പ്രസൻറ്റ് ടെൻസിൻ്റെ 4 വിഭാഗങ്ങളുണ്ട്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമ്മൾ ബാക്കി 3ലും ഈ ഡൂം ഡസും യൂസ് ചെയ്യത്തില്ല. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഒൺലി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നില്ലേ സിമ്പിൾ പ്രസൻറ്റ്, അതിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിൽ മാത്രമേ നമ്മൾ ഡിഡ് യൂസ് ചെയ്യത്തുള്ളൂ. പാസ്റ്റ് ടെൻസിലും നമുക്ക് വേറെ 3 വിഭാഗങ്ങൾ കൂടിയുണ്ട് അല്ലേ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ട്. നമ്മൾ അതിലൊന്നും യൂസ് ചെയ്യത്തില്ല ഡിഡ്. ഒൺലി വി യൂസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഡൂം ഡസും ഏതിലാണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസൻറ്റിൽ മാത്രം. ഡിഡ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിൽ മാത്രം. ഓക്കെ, ഒൺലി വി യൂസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഡിഡ് വി യൂസ് ഇൻ സിമ്പിൾ പാസ്റ്റ്, ഡു ആൻഡ് ഡസ് വി യൂസ് ഇൻ സിമ്പിൾ പ്രസൻറ്റ്.
ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഡൂം ഡസും സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഡിഡ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിൽ. നമുക്ക് 12 വിഭാഗങ്ങളുണ്ട് ടെൻസിൽ. പക്ഷേ ആ 12 വിഭാഗങ്ങളിൽ വെറും 2 വിഭാഗത്തിൽ മാത്രമേ ഈ 3 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യാത്തുള്ളൂ. പക്ഷേ അതിലും നമ്മൾ ഡൂം ഡസും സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഡിഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. സിമ്പിൾ പ്രസൻറ്റിൽ നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, WH ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റിലും ഉണ്ട് നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, WH ക്വസ്റ്റ്യൻസ്. അപ്പം ഈ രണ്ട് ടെൻസിലും സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും നമ്മൾ ഹെൽപ്പിംഗ് വെർബായിട്ടാണ് ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസൻറ്റിൽ നെഗറ്റീവ് സെൻറ്റൻസിൽ എങ്ങനെയാണ് ഡൂവും ഡസും ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡൂവും ഡസും സിമ്പിൾ പ്രസൻറ്റിൽ നെഗറ്റീവിൻ്റെ കൂട്ടത്തിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ സിമ്പിൾ പ്രസൻറ്റിൽ സിംഗുലറായിട്ട് ഹി, ഷീ, രവി, ഇറ്റ് അതൊക്കെ വരും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സെൻറ്റൻസ് ഫോർമാറ്റ് എന്ന്. ഹി ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഷീ ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ. രവി ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഇവിടെ സബ്ജക്റ്റ് എല്ലാം സിംഗുലർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചേർത്തത്? ഡസ് ആണ് ചേർത്തിരിക്കുന്നത്. ഡസ് ഇവിടെ നെഗറ്റീവ് ആയിട്ട് ഡസ് നോട്ട്. ഓക്കെ, ഡസ് നോട്ടിനെ നമുക്ക് ഷോർട്ടായിട്ട് ഡസിൻ പറയാം. അപ്പോൾ ഹി ഡസിൻ റൈറ്റ് എ ലെറ്റർ, ഷീ ഡസിൻ റൈറ്റ് എ ലെറ്റർ, രവി ഡസിൻ റൈറ്റ് എ ലെറ്റർ. ഓക്കെ, ഇനി പ്ലൂറലിൽ എങ്ങനെയാ ചേർക്കുന്നത് നോക്കാം. ദേ, വി, ഐ, യു. ശരിക്കും ഐയും യു എന്നൊക്കെ പറയുന്നത് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഐ സിംഗുലർ ആണ്. അപ്പം നമ്മൾ സിംഗുലർ ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലൂറലിൻ്റെ വെർബാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ പ്ലൂറലിൻ്റെ കൂടെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ സിംഗുലർ ആണ്. പക്ഷെ നമ്മൾ വെർബ് യൂസ് ചെയ്യുമ്പോൾ അത് പ്ലൂറലിൻ്റെ വെർബാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്ലൂറലിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. ഓക്കെ, They do not write a letter. We do not write a letter. I do not write a letter. You do not write a letter. Okay, അപ്പോൾ ഇവിടെ do not write a letter. Do not എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് don't പറയാം. ഓക്കെ, they don't write a letter. We don't write a letter. I don't write a letter. You don't write a letter. അങ്ങനെ നമുക്ക് പറയാവുന്നതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡസ് നോട്ടിന് ശേഷം നമ്മൾ റൈറ്റ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡു നോട്ടിന് ശേഷവും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങൾ ഡസും ഡും വന്നു കഴിഞ്ഞിട്ട് ഡസ് നോട്ട് റൈറ്റ്സ് എ ലെറ്റർ എന്ന് നിങ്ങൾ എഴുതാൻ പാടില്ല. അതായത് നമ്മൾ പോസിറ്റീവിൽ നമ്മൾ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആ റൈറ്റ്സ് ഇവിടെ എഴുതിയല്ലേ. അപ്പം ഹി ഡസ് നോട്ട്, അതിൻ്റെ നെഗറ്റീവ് വരുമ്പം ഡസ് നോട്ട് വരുന്നുണ്ട്. അപ്പം ഡസ് നോട്ട് റൈറ്റ് എ ലെറ്റർ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. വേറെ ഒരു ഫോമും നമ്മളിവിടെ യൂസ് ചെയ്തിട്ടില്ല. ഓൺലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അതും കൂടെ മൈൻഡിൽ വെക്കണം. ഓക്കെ, ഇവിടെ ഒന്നും നമ്മൾ വേറൊരു ഫോം ഓഫ് ദ വെർബ് നമ്മൾ കാണത്തില്ല. ഓൺലി വി ക്യാൻ സീ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഇനി സിമ്പിൾ പ്രസൻറ്റിൽ ഇൻട്രോഗേറ്റീവിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. സിംഗുലർ ആയിട്ടുള്ള ഹി, ഷീ, രവി, അതുപോലെ തന്നെ ഇറ്റും വരുന്നതാണ്. പക്ഷേ ഈ ഒരു റൈറ്റ് ലെറ്ററിൽ നമുക്ക് ഇറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ കൊടുക്കാതിരുന്നത്. ഡസ് ഹി റൈറ്റ് എ ലെറ്റർ, ഡസ് ഷീ റൈറ്റ് എ ലെറ്റർ, ഡസ് രവി റൈറ്റ് എ ലെറ്റർ. ഇവിടെ എന്താ നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുന്നത്? ഡസ് നമ്മൾ ആദ്യം യൂസ് ചെയ്തിരിക്കുക അല്ലേ. ഡസ് യൂസ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ സബ്ജക്റ്റിനെ എഴുതിയിരിക്കുന്നത്. ഡസ് ഹി റൈറ്റ് എ ലെറ്റർ. ഇവിടെ റൈറ്റ് അതും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ നമ്മൾ വേറൊരു ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടില്ല. ഓൺലി വി യൂസ് ഹിയർ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇപ്പം ഡസ് ഹി റൈറ്റ് എ ലെറ്റർ, ഡസ് ഷീ റൈറ്റ് എ ലെറ്റർ, ഡസ് രവി റൈറ്റ് എ ലെറ്റർ. അതുപോലെ തന്നെ നമുക്ക് പ്ലൂറലിൽ എങ്ങനെയാന്ന് നോക്കാം. പ്ലൂറലിൽ അതുപോലെ തന്നെ ദേ, വി, ഐ, യു. അപ്പം ഈ ദേ എന്നുള്ളിടത്ത് നമുക്ക് രാമാൻ രവി അല്ലെങ്കിൽ രാജു ആൻഡ് രവി എന്ന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജു ആൻഡ് രവി എന്ന് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പ്ലൂറലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും നമുക്ക് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇപ്പം ഡു ദേ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ രാജു ആൻഡ് രവി എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡു രാജു ആൻഡ് രവി റൈറ്റ് എ ലെറ്റർ.
എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇവിടെ സിംഗുലർ ആണെങ്കിൽ നമ്മൾ രവി, ഡസ് രവി റൈറ്റ് എ ലെറ്റർ. പക്ഷെ അവിടെ രണ്ടുപേര് വന്നപ്പം ഡു, ദേ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഡു രാജു ആൻഡ് രവി റൈറ്റ് എ ലെറ്റർ എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ഡു വി റൈറ്റ് എ ലെറ്റർ, ഡു ഐ റൈറ്റ് എ ലെറ്റർ, ഡു യു റൈറ്റ് എ ലെറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡസും ഡു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡസ് സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്തു, ഡു പ്ലൂറലിന്റെ കൂടെയും. ഏത് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂട്ടത്തിൽ. അതുപോലെ തന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി സിമ്പിൾ പ്രസന്റിന്റെ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. നമുക്ക് സെന്റൻസ് എങ്ങനെയാ വരുന്നതെന്ന് നോക്കാം. സിംഗുലറിൽ ഹി ഷീ രവി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതിലാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഏതിലാ വന്നിരിക്കുന്നത്? WH ക്വസ്റ്റ്യൻസിന്റെ ആ അതായത് വെൻ, വെയർ, വിച്ച്, ഹൗ, ഹോ, അങ്ങനെ 8 ഉണ്ടല്ലോ. അതിൽ ഏതാണോ നിങ്ങളുടെ സെന്റൻസുമായിട്ട് മാച്ച് ചെയ്യുന്നത് അത് ആദ്യം എഴുതണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ ഡസ് എഴുതുന്നത്. When does he write a letter? Okay, ഇനി when does she write a letter? When does Ravi write a letter? Interrogative sentenceൽ നമ്മൾ does he write a letter ആണ് എഴുതിയത്. അതിന്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഞങ്ങൾ അതിന് മാച്ച് ആയിട്ടുള്ള നമ്മുടെ സെന്റൻസിന് മാച്ച് ആയിട്ടുള്ള WH ക്വസ്റ്റ്യൻസിലെ വേർഡാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്ലൂറൽ നോക്കാം. ദേ, വി, ഐ, യു. ഇനി ഞാൻ പറയുക ഐ എന്ന് പറഞ്ഞത് സിംഗുലർ ആണ്, പക്ഷെ അതിന്റെ വെർബ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പ്ലൂറലിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ഇത് വരുന്നത്. When do they write a letter? When do we write a letter? When do I write a letter? When do you write a letter? ഇവിടെ ഡു ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്ലൂറലിന്റെ കൂട്ടത്തിലാണ് ഡു യൂസ് ചെയ്തിരിക്കുന്നത്. സിംഗുലറിന്റെ കൂട്ടത്തിൽ ഡസ് യൂസ് ചെയ്തിട്ടു. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം റൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓൺലി ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇനി സിമ്പിൾ പാസ്റ്റില് നെഗറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, WH ക്വസ്റ്റ്യൻസിൽ ഡു, ഡസ്, ഡിഡില് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ പാസ്റ്റിനെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. നെഗറ്റീവ് സെന്റൻസ്. ഓക്കെ, സിംഗുലർ ഹി, ഷീ, രവി. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. അപ്പൊ നമ്മൾ ഡൂം, ഡസും ഇനി മറന്നേക്ക്. അത് ഏതിനകത്താണ് വരുന്നത്? സിമ്പിൾ പ്രസന്റിൽ. പക്ഷെ ഇവിടെ സിമ്പിൾ പാസ്റ്റിൽ ഡിഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഡൂം, ഡസും വരില്ല. സിമ്പിൾ പാസ്റ്റിൽ എപ്പോഴും ഡിഡ് യൂസ് ചെയ്യും. ഓക്കെ, ഡിഡ്. He did not write a letter. She did not write a letter. Ravi did not write a letter. ഇവിടെയും വെർബ് ശ്രദ്ധിക്കുക. വെർബ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റൈറ്റ്, അതായത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പ്ലൂറൽ നോക്കാം. ദേ, വി, ഐ, യു. ഇവിടെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദേ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. വി ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. ഐ ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. യു ഡിഡ് നോട്ട് റൈറ്റ് എ ലെറ്റർ. അപ്പം പ്ലൂറലിന്റെ കൂട്ടത്തിലും ഡിഡ് വരുന്നത്. സിമ്പിൾ പാസ്റ്റിൽ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും കൊള്ളാം, ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഡിഡ് തന്നെയാണ് സിമ്പിൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റിന്റെ അനദർ ടൈപ്പ് ഓഫ് സെന്റൻസിലോട്ട് പോകാം. അതായത് ഇന്ററോഗേറ്റീവ് സെന്റൻസിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് എസ് ഓർ നോ എന്നുള്ള ആൻസർ വരുന്നത്. ഇവിടെ സിംഗുലർ ആണെങ്കിൽ ഹി ഓർ ഷീ, രവി, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സെന്റൻസ് വരുന്നത് നോക്കാം. നമുക്ക് ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ, ഡിഡ് ഷീ റൈറ്റ് എ ലെറ്റർ, ഡിഡ് രവി റൈറ്റ് എ ലെറ്റർ. ഇവിടെ ഡിഡിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡൂം, ഡസും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഡിഡ് സിമ്പിൾ പാസ്റ്റ് എന്ന് കേട്ടാൽ ഉടനെ തന്നെ ഡിഡിന്റെ യൂസ് ആണെന്ന് മനസ്സിലങ്ങ് ഉറച്ചു വെച്ചേക്കും. ഓക്കെ, അപ്പം ഡിഡ് ഹി റൈറ്റ് എ ലെറ്റർ, ഡിഡ് ഷീ റൈറ്റ് എ ലെറ്റർ, ഡിഡ് രവി റൈറ്റ് എ ലെറ്റർ. ഇവിടെയും ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു ഫോം ഓഫ് ദ വെർബ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പം അത് ഓർത്തിരിക്കണം. ഇനി നമുക്ക് പ്ലൂറൽ നോക്കാം. ദേ, വി, ഐ, യു. Did they write a letter? Did we write a letter? Did I write a letter? And did you write a letter? Okay,
അപ്പോൾ നമുക്ക് ഇൻട്രോഗേറ്റീവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, അതായത് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനാണ്. ഇതിൻ്റെ ആൻസർ പലപ്പോഴും യെസ് ഓർ നോ ആണ്. പക്ഷേ ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയത്തില്ലേ, അങ്ങനെയുള്ള ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ WH ക്വസ്റ്റ്യൻസ് അല്ലേ? അതിലെങ്ങനെയാണ്? സിമ്പിൾ പാസ്റ്റിൽ WH ക്വസ്റ്റ്യൻസിൽ സിംഗുലറിൽ ഹി, ഷീ, രവി. When did he write a letter? When did she write a letter? When did Ravi write a letter? ഇവിടെയും ഡിഡിൻ്റെ യൂസ് ആണ്. സിംഗുലർ വന്നപ്പോഴും പ്ലൂറൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഡിഡ് ആണ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റിൻ്റെ കൂടെ. ആൻഡ് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, ഇനി നമുക്ക് പ്ലൂറൽ നോക്കാം. they, we, I, you. When did they write a letter? When did we write a letter? When did I write a letter? When did you write a letter? ഇപ്പോൾ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് എവിടെയാണ് ഡിഡ് യൂസ് ചെയ്യുന്നത്, ഡു യൂസ് ചെയ്യുന്നത്, ഡസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡു, ഡസ്, ഡിഡ് എങ്ങനെയാണ് മെയിൻ വെർബായിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ഹി ഡസ് ഹിസ് ജോബ് വെൽ, ഐ ഡു മൈ ജോബ് വെൽ, ഹൂ ഡിഡ് ദിസ്. ഇങ്ങനെ മെയിൻ വെർബായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നേരത്തെ ഞാൻ കൊടുത്തിരിക്കുന്ന ബ്രെയിൻ സ്റ്റോമിംഗ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും അത് എഴുതി അറിയിക്കണം. നമ്പേഴ്സ് മാത്രം ഇട്ടാൽ മതി. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.